കേട്ടിട്ടുള്ളതെല്ലാം കള്ളക്കഥകളായിരുന്നു. യഥാർത്ഥ കഥ നമ്മൾ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പറഞ്ഞു വന്നത് അസുരകുലത്തിൽ പിറന്നുകൊണ്ട് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രപദവി വഹിച്ച മഹാബലിയുടെ കഥയാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതെല്ലാം പകുതി കഥകൾ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള മുഴുവൻ കഥയും നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. വാമനൻ ചെന്ന് മഹാബലിയോട് 3 അടി മണ്ണ് യാചിക്കുന്നു. ആദ്യത്തെ അടി കൊണ്ട് ഭൂമി അളക്കുന്നു, രണ്ടാമത്തെ അടി കൊണ്ട് ആകാശം അളക്കുന്നു, മൂന്നാമത്തെ അടിക്ക് മഹാബലി ശിരസ് നമിക്കുന്നു എന്നുള്ളത് വരെ ശരിയാണ്. എന്നാൽ അതിനപ്പുറം സംഭവിച്ച എന്താണ്? മഹാബലിയെ സത്യത്തിൽ സുതലം എന്ന ലോകത്തിലേക്കാണ് അയക്കുന്നത്. അവിടെ മഹാബലിയുടെ കാവൽക്കാരനായി, മഹാബലിയുടെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായി നിൽക്കുന്നത് സാക്ഷാൽ വാമനമൂർത്തി തന്നെയാണ്. അതിനപ്പുറം അടുത്ത മന്വന്തരത്തിൽ, അതായത് ഇപ്പോൾ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പദവിയാണ്, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോലെ. അതുപോലെ ഇന്ദ്രൻ എന്ന് പറയുന്നതും പദവിയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും 5 കൊല്ലം ഇരിക്കുന്നത് പോലെ തന്നെ മന്വന്തരം എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഇന്ദ്രപദവി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രപദവി വഹിക്കുന്നത് മഹാബലി ആയിരിക്കും എന്നുള്ള അനുഗ്രഹമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ 8ാമത്തെ സ്കന്ധത്തിൽ 22ാം അധ്യായത്തിൽ ബല്യാനുഗ്രഹം, ബലിയെ അനുഗ്രഹിക്കുന്നു എന്ന പേരിലാണ് ഈ കഥയുള്ളത്. സംശയമുള്ളവർ വായിച്ചു നോക്കുക. താങ്ക് യു. ഹാപ്പി ഓണം.